പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം എന്ന കൃതിയിലെ 1-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിഷ്ണും വിശാലാരുണപത്മനേത്രം വിഭാന്തമീശാംബുജയോനിപൂജിതം സനാതനം സന്മതിശോധിതം പരം പുമാം സമാദ്യം സതതം പ്രപദ്യേ. വിഷ്ണും വിശാലാരുണപത്മനേത്രം വിഭാന്തമീശാംബുജയോനിപൂജിതം സനാതനം സന്മതിശോധിതം പരം പുമാം സമാദ്യം സതതം പ്രപദ്യേ. ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. വിശാലാരുണ പത്മനേത്രം, വിശാലവും അരുണ നിറത്തോടു കൂടിയതുമായ പത്മനേത്രത്തോട് കൂടി വിഭാന്തം ശോഭിക്കുന്നവൻ, ശോഭിക്കുന്നവനായ ആ തത്വപൊരുളെന്നാണ്. ഈശാംബുജ യോനി പൂജിതം, ഈശൻ ശിവനാണ്. അംബുജയോനി എന്ന് പറയുന്നത് അംബുജ സംഭവൻ അല്ലെ പത്മസംഭവനായ ബ്രഹ്മാവ്. അപ്പോൾ ഇവർ രണ്ടുപേരും പൂജിതം എന്ന് പറയാൻ ഇവരാൽ അതായത് ശിവനാലും ബ്രഹ്മദേവനാലും പൂജിക്കപ്പെടുന്നവനാണ് വിഷ്ണു. സനാതനം, നിത്യനായുള്ളവൻ. സന്മതി ശോധിതം, സന്മതി എന്ന് പറയാൻ സഹൃദയന്മാർ അല്ലെങ്കിൽ സുബുദ്ധിമാന്മാർ എന്നാണ്, വിജ്ഞാനികൾ. അങ്ങനെയുള്ളവരാൽ ശോധനം ചെയ്യപ്പെടുന്നവൻ. പരമ്പൊരുളായി വിരാജിക്കുന്ന താത്വിക പുരുഷൻ. പുമാംസമാദ്യം, ആദിപുരുഷൻ. വിഷ്ണും, അങ്ങനെയുള്ള വിഷ്ണുവിനെ സതതം എല്ലായ്പ്പോഴും പ്രപദ്യേ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ പ്രാപിക്കുന്നതിന് വേണ്ടി ധ്യാനിക്കുന്നുവെന്നും ശരണം പ്രാപിക്കുന്നു എന്നും അർത്ഥം പറയാം. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. അരുണ നിറത്തോടു കൂടിയവനും വിശാലമായ പത്മനേത്രങ്ങളോട് കൂടിയവനും ദേവേശനായ ശിവനാലും പത്മസംഭവനായ ബ്രഹ്മാവിനാലും പൂജിക്കപ്പെടുന്നവനും നിത്യനും സഹൃദയന്മാരാൽ നിത്യേന സംശോധന ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും ആദിപുരുഷനുമായി ശോഭിക്കുന്ന വിഷ്ണുവിനെ ഞാൻ സദാ ശരണം പ്രാപിക്കുന്നു, അഥവാ വിഷ്ണുപദത്തിൽ എത്തിച്ചേരാനുള്ള ധ്യാനത്തിൽ ഞാൻ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിലെ ഓരോ പ്രയോഗങ്ങളുടെയും അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. വിശാലാരുണ പത്മനേത്രം, ചെന്താമരക്കണ്ണൻ എന്നാണ് ഈ വിശേഷണത്തിൻ്റെ വാഗർത്ഥം. താമരപ്പൂവിതൾ പോലെ വിടർന്നതും ചുവപ്പ് നിറമുള്ളതുമായ കണ്ണ് ദർശനവ്യാപ്തിയെയും ജ്ഞാനദീപ്തിയെയും അല്ലെ ജ്ഞാന തേജസ്സിനെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. ജ്ഞാന തേജോമയവും ജ്ഞാനസ്വരൂപാർത്ഥ സമ്പുഷ്ടവുമാകുന്നു വിഷ്ണു തത്വമെന്നാണ് വിശാലാരുണ പത്മനേത്രനായ വിഷ്ണു സ്വരൂപം പ്രതീകവൽക്കരിക്കുന്നത്. വിശ്വപരിപാലന ധർമ്മ നിർവഹണ മൂർത്തിയായ വിഷ്ണുവിൻ്റെ കണ്ണുകൾ സർവദാ സർവ്വതിലും ഒരുപോലെ ചെന്ന് പതിച്ചുകൊണ്ടിരിക്കും.
വിശ്വാവലോകന തീഷ്ണതയിൽ ജ്വലിക്കുന്ന ആ കണ്ണുകൾ ജ്ഞാനദീപ്തമാകയാൽ ചുവപ്പ് നിറം ആരോപിച്ചിരിക്കുന്നു. വിഷ്ണുവിൻ്റെ അളന്നു തിട്ടപ്പെടുത്താനാവാത്ത വിധം അതിവിസ്തൃതവും വ്യാപ്തിയുമുള്ള ആ ഒരു സ്വത്വസ്വരൂപതയാണ് വിശാല പത്മനേത്രം ദ്യോതിപ്പിക്കുന്നത്, അല്ലെ പ്രതീകവൽക്കരിക്കുന്നത്. ഈശാംബുജ യോനി പൂജിതം. ഈശനാലും ശിവനാലും അംബുജ സംഭവനായ ബ്രഹ്മാവിനാലും പൂജിക്കപ്പെടുന്നവനാകുന്നു വിഷ്ണു എന്നാണ് ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം. വൈഷ്ണവ പുരാണങ്ങളിലെ ഉൽപ്പത്തി കഥയനുസരിച്ച് ബ്രഹ്മാവും ശിവനും വിഷ്ണുവിൽ നിന്നും ആവിർഭൂതരായവരാണ്. ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭിയിൽ വിരിഞ്ഞ താമരയിലാണ് ആവിർഭൂതനായത്. ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന്, അല്ലെ പുരികമധ്യത്തിൽ നിന്ന് ശിവനും ആവിർഭൂതനായി എന്നാണ് പുരാണം പറയുന്നത്. ഈ ഉൽപ്പത്തി കഥ വാച്യാർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ഥൈതിക വിധാനീയ പൊരുളുകളുടെ എല്ലാം ഉൾപ്പൊരുളാണ് മഹാവിഷ്ണു തത്വം. അങ്ങനെയുള്ള വിഷ്ണുവിന് പുരുഷഭാവം നൽകി വ്യാഖ്യാനിക്കുമ്പോൾ ആ പുരുഷൻ്റെ നാഭി അഥവാ പൊക്കിൾ സർവത്തിൻ്റെയും പ്രഭവകാരണമായ ശക്തി കേന്ദ്രമാണ്. ആദിമധ്യാന്തവിഹീനവും സനാതനവുമായ സ്ഥൈതികതയിൽ നിന്നും സർജനപ്രഭാവം എഴുന്നുവന്നു എന്നാണ് വിഷ്ണുനാഭിയിൽ നിന്നും ബ്രഹ്മാവിൻ്റെ ആവിർഭാവം സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. സർജന പ്രക്രിയകളെല്ലാം ജ്ഞാനജ്യോതി പ്രഭാവജന്യങ്ങളാണ്. ലോകസൃഷ്ടാവായി ഭാവന ചെയ്യപ്പെടുന്ന ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തു നിന്നും അഥവാ ആജ്ഞാചക്രത്തിൽ നിന്നും സംഹാരമൂർത്തിയായ ശിവൻ ആവിർഭൂതനായി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ സർജന പ്രക്രിയകളെല്ലാം സ്ഥൈതികതയിൽ നിന്നും എഴുന്നുവന്ന് അതിൽ തന്നെ വിലയം പ്രാപിക്കുന്നു എന്നാണ്. ഉൽപ്പത്തി കഥയിൽ തന്നെ ആദിപരാശക്തി ഈ രഹസ്യം വെളിപ്പെടുത്തി തരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: മഹാപ്രളയകാലത്ത് മഹാവിഷ്ണു ബാലമുകുന്ദനായി ആലിലയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ ആരാകുന്നു, എന്നെ സൃഷ്ടിച്ചതാരാണ്, എന്തിനു വേണ്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടു, എൻ്റെ ധർമ്മം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ചിന്തകൾ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അടുത്ത നിമിഷം തന്നെ സർവം ഖല്വിതമേവാഹം ന അന്യദസ്തി സനാതനം എന്നൊരു അശരീരി മുഴങ്ങി കേട്ടു. ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഞാൻ തന്നെയാകുന്നു, ഞാനൊഴികെ സനാതനമായി യാതൊന്നുമില്ല എന്നാണ് ഈ അശരീരിയുടെ പൊരുൾ. ഉടൻ തന്നെ മഹാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം മൊഴിഞ്ഞു: ഹേ വിഷ്ണു, പ്രപഞ്ചത്തിന് സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഉണ്ടാകുന്ന കാലത്തെല്ലാം മഹാശക്തിയുടെ മഹാത്മ്യനിമിത്തം അങ്ങ് ഇപ്രകാരം ആവിർഭവിക്കാറുണ്ട്. ഗുണാതീതയാണ് പരാശക്തി. ആ പരാശക്തിയുടെ ആദിപരാശക്തിയുടെ പകർന്നാട്ടമാണ് സത്വഗുണപ്രധാനനായ ഭവാൻ. അങ്ങയുടെ നാഭിയിൽ നിന്നും രജോ ഗുണപ്രധാനനായ ബ്രഹ്മാവ് ആവിർഭൂതനായും ബ്രഹ്മാവിൻ്റെ ഭൂമധ്യത്തു നിന്നും തമോ ഗുണപ്രധാനനായ ശിവൻ ആവിർഭവിക്കും. ബ്രഹ്മാവ് ലോകങ്ങളെ സൃഷ്ടിക്കും, ആ ലോകങ്ങളെ അങ്ങ് പരിപാലിക്കും. അതേ ലോകങ്ങളെ തന്നെ ശിവൻ സംഹരിക്കും.
സൃഷ്ടിക്ക് വേണ്ടി അങ്ങയെ സമാശ്രയിച്ചു നിൽക്കുന്ന മായാശക്തിയാണ് ഞാൻ. മഹാദേവിയുടെ ഈ വചന പൊരുളാണ് ഈശാംബുജ യോനി പൂജിതം എന്ന് കാവ്യാത്മകമായി ഗുരു മൂല്യനവീകരണം ചെയ്തിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കാനോ നിലവിലുള്ള ഏതെങ്കിലും ഒന്നിനെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനോ ആരാലും സാധ്യമല്ല എന്നാണ് ഭൗതിക ശാസ്ത്രവും ദാർശനിക ശാസ്ത്രവും ഒരുപോലെ ഉദ്ഘോഷിക്കുന്നത്. സ്ഥൈതീയതയിൽ പ്രതീതമാകുന്ന ആവിർഭാവ തിരോഭാവങ്ങളുടെ പ്രവാഹമാണ് സൃഷ്ടികളായും സംഹാരങ്ങളായും അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതീതമാകുന്നത്. ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ ആദിമധ്യാന്തരഹിതവും സനാതനവുമാകുന്നു എന്ന് വൈഷ്ണവ തത്വസങ്കല്പത്തിൽ ഭാവന ചെയ്തിട്ടുണ്ട്. ആ പരമ്പൊരുൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശാംബുജ യോനി പൂജിതം എന്ന വിശേഷണത്തിലൂടെ ഇവിടെ കാവ്യാത്മകമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പൊരുൾ. സന്മതി ശോധിതം പരം പുമാംസമാദ്യം എന്ന ശ്ലോകഭാഗം ഇനി വ്യാഖ്യാനിച്ചു നോക്കാം. സന്മതി എന്ന പദത്തിൻ്റെ വാഗർത്ഥം സദ്ബുദ്ധിയോടുകൂടിയവൻ എന്നാണ്. സത്ത് മതി എന്നീ രണ്ട് പദങ്ങളുടെ യോഗമാണ് സന്മതി. സ്വന്തമായ ഉണ്മയുള്ളതിനെയാണ് സത്ത് എന്ന് പറയുന്നത്. സന്മതിയും സത്യദർശിയും തമ്മിൽ ഭേദമില്ല എന്ന് സാരം. സത്യദർശികളാൽ സദാ ശോധന ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പരമമായ സത്യസ്വരൂപതയോടുകൂടി വിരാജിക്കുന്നതുമായ ജ്ഞാനസ്വരൂപനാകുന്നു വിഷ്ണു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. അങ്ങനെയുള്ള വിഷ്ണു ആദിപുരുഷൻ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്വയം പ്രകാശിതമായ ജ്ഞാനപ്പൊരുൾ എന്നാണ് പരം പുമാംസമാദ്യം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഇപ്രകാരമെല്ലാം വിരാജിക്കുന്ന വിഷ്ണുവിനെ ഞാൻ എല്ലായ്പ്പോഴും ശരണം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷ്ണുവിനെ സാക്ഷാത്കരിക്കുവാനായി ഞാൻ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനയോഗ സാധനയിലൂടെ സാക്ഷാത്കരിച്ച വിഷ്ണു ജ്ഞാനസ്വരൂപനും ആദിമധ്യാന്തവിഹീനനുമായ താത്വിക പുരുഷനാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.